രാവിലെ തന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങളാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കഴുകി വൃത്തിയാക്കി വെക്കും. അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകി വെക്കലാണ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഇതേപോലെ ഒരുപാട് പാത്രങ്ങളുണ്ടാവും. അപ്പോൾ ഒരുമിച്ചിട്ടിട്ട് കഴുകി റെഡിയാക്കി അങ്ങ് വെക്കും. അങ്ങനെ സിങ്കൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കൻ്റെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചിക്കനൊക്കെ ആദ്യം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ചിക്കനിൽ ഉള്ള വേസ്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ വേസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ആലോചിക്കും, നമ്മൾ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് ചിക്കനൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ഇതേപോലെ അവർ ക്ലീൻ ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ അവർക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണതുകൊണ്ട് ഇങ്ങനെയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യലൊന്നും പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ കരുതും ക്ലീൻ ചെയ്യാതെയാവോ അവരിടുന്നത് എന്നൊക്കെ. അങ്ങനെ ചിക്കനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ടേക്കും കേട്ടോ. എന്നിട്ടാണ് ചിക്കൻ ഒന്ന് കഴുകി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ചിക്കനൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മേടിച്ചതാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നേക്കാളും നല്ല മധുരമാണ് കേട്ടോ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്. ഇനി നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞുള്ളിയാണ്. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടുന്ന എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ചിക്കൻ കറി വെക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ എല്ലാ കറിയൊക്കെ വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെ തോലൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആണല്ലോ. ചിക്കനൊന്നും കറിയിൽ കിടന്നിട്ട് ഉടഞ്ഞൊന്നും പോവില്ല, നല്ലതുപോലെ കിടക്കും ചിക്കനൊക്കെ. ഇനി കുഞ്ഞുള്ളിയും കൂടിയിട്ട് ഒന്ന് നന്നാക്കി എടുക്കാം. അപ്പം വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് കൊണ്ട് തന്നെ വേഗം തോലൊക്കെ ഇളകി വരും, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനൊരു 5 സവോള എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനി സവോളയൊക്കെ ഒന്ന് കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് എടുക്കാം. അപ്പം ചിക്കനിൽ നിന്ന് ഫ്രൈ ചെയ്യാനുള്ള പീസൊക്കെ ഞാനൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കറി വെക്കാനും ഫ്രൈ ചെയ്യാനും ഉള്ളതായിട്ട് 2 പോർഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറി വെക്കാനുള്ള ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ ചിക്കൻ പീസായിട്ട് അതിൽ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കനിലേക്ക് കുറച്ച് മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, മുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഞാനിനി പാത്രം അടുപ്പിൽ വെച്ച് കറിക്കുള്ള സവോളയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവയൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞ് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. കുഞ്ഞുള്ളി നന്നാക്കി വെച്ചേക്കുന്നതും കൂടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട വീഡിയോ ഇതിൽ വന്നിട്ടില്ല. ആ സമയത്ത് കറണ്ട് പോയതുകൊണ്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി വറുത്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്കിതിൽ എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചിക്കന് ഫ്രൈ ചെയ്ത എണ്ണയും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചിട്ടുള്ള വെള്ളം കൂടി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളത് ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിനകത്തോട്ടേക്ക് തേങ്ങാക്കൊത്തും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുത്തേക്കുന്ന വീഡിയോ കിട്ടിയിട്ടില്ല. ഇനി നമ്മൾ പാകത്തിനുള്ള ഉപ്പും ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട്
മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുപയർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചെറുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ക്യാബേജ് തോരനാണ് വെക്കുന്നത്. അപ്പോൾ ക്യാബേജൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് തോരനായിട്ട് ക്യാബേജ് തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പരിപ്പ് കറിയും ചിക്കൻ കറിയും ക്യാബേജ് തോരനും ഒക്കെ. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമാണോ? അപ്പോൾ ഞാൻ ചോപ്പറിലോട്ടാണ് അരിഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പൊടിയായിട്ട് ക്യാബേജും ബീട്രൂട്ടും ഒക്കെ അരിഞ്ഞെടുക്കുന്നത് ഭയങ്കര സമയവും പോവും, ഭയങ്കര പാടുമാണല്ലേ. ഇപ്പോൾ ചോപ്പറൊക്കെ വന്നപ്പോൾ എന്ത് എളുപ്പമായി. ഞാനിപ്പോൾ ചോപ്പറിലാണ് ഇതൊക്കെ അരിഞ്ഞെടുക്കുന്നത്. വേഗം അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ക്യാബേജൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയും പച്ചമുളകും കൂടിയിട്ട് നമുക്കൊന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതും വേണമെങ്കിൽ ചോപ്പറിൽ കൂടി ഇട്ടിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനതിൽ ഇട്ടിട്ടില്ല. ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വേവിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകും ഉഴുന്നും ഇഞ്ചിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഉഴുന്നിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ക്യാബേജ് അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം. അപ്പോൾ തേങ്ങയിലോട്ട് വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ച് ആവിയിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡിലൻ ക്യാബേജ് തോരൻ റെഡി ആവും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പയറും വന്നിട്ടുണ്ട്. ഇനി പയറിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും ജീരകവും പയറിൻ്റെ കൂടെ ഇട്ട് വേവിച്ചിട്ടുള്ള മുളകും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് പയർ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ച് പയർ നമ്മൾ അരച്ചും കൂടി ചേർത്തിട്ട് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് വറവിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞതും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ പരിപ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല പരിപ്പ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കന് ഞാനൊന്ന് ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണയിൽ നല്ലതുപോലെ പൊരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പാത്രത്തിലോട്ട് കോരി മാറ്റിയിട്ട് അടുത്ത ബാച്ചും കൂടി ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് കുറച്ച് പപ്പടം കൂടി വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പപ്പടത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു കുഴിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൊള്ളി വരത്തില്ല കേട്ടോ, ഇതേപോലെ നിൽക്കും. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അതൊരു ടിപ്പാണ്. അപ്പം എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂട് ചോറിലേക്ക് നല്ല ക്യാബേജ് തോരനും ചിക്കൻ ഫ്രൈയും അതുപോലെ കുറച്ച് പരിപ്പ് കറിയും ചിക്കൻ കറിയും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പൊടിക്കാം. നമ്മുടെ സ്വന്തം പപ്പടവും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ലഞ്ച് കോംബോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ, സീ യു.